ബീനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കോവയ്ക്ക് വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കോവയ്ക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 പീസാക്കിയിട്ട് ആണ് അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വലുതാക്കി അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ആകെ കുഴഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട്. അപ്പോൾ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഒരു സബോളയുടെ പകുതിയാണ് അതും ഇതിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. അതുപോലെ തന്നെ ഈ സബോള അരിഞ്ഞതിന് ശേഷം ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 3 ചേർക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് മാത്രം ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളകും അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞതെല്ലാം കൂടെ ഇടുന്നുണ്ട്. പച്ചമുളകും സബോളയും ഒക്കെ ഒരുമിച്ച് ഇടുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി. ഇത് അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം, അധികം സമയമൊന്നും വെക്കണ്ട. നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം, ആ സമയം മാത്രം മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് അവിടെ വയ്ക്കുക. അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി, ഒരു 10 ചുവന്നുള്ളിയോളം എടുത്തിട്ട് തൊലി കളഞ്ഞ് ചതച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നമുക്കിതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചതച്ച് വെച്ച ഉള്ളിയും അതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്നും വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായി വാടി വരട്ടെ. അപ്പോൾ ആ വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചില്ലി ഫ്ലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു 2 മിനിറ്റ് നേരം നമുക്കിത് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം. അധികം സമയം മൂടി വയ്ക്കരുത്. ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് അപ്പോൾ തന്നെ തുറന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിനെ നന്നായി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ നന്നായി ഇളക്കി ചേർത്ത് അതുപോലെ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം എന്താ അത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലത്തെ ജലാംശമൊക്കെ നന്നായി വറ്റി അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന വരെ നമുക്ക് ഇത് ഒന്ന് നല്ലപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് എടുക്കാം. അപ്പോൾ ഇതാ കോവയ്ക്ക ഫ്രൈ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി തുടർന്നും വീഡിയോകൾ ഉണ്ടായിരിക്കും കേട്ടോ.